So good morning students. ഞാനിവിടെ രണ്ട് യൂണിവേഴ്സിറ്റി പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. രണ്ടാണ് ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ പേപ്പറിലേക്ക് പോകാം. 2019 2020 ഓക്കെ, അപ്പം ജസ്റ്റ് സീ ഇറ്റ്. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് 2019 പേപ്പർ എടുക്കാം. ഓക്കെ, so first question is discuss the method of arriving the quantity of water to be supplied to a community. Secondly, B part lo vannittu compare the different sources of water for selecting them as a source for a water supply project. Okay, അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ they have asked you to find out the quantity of water to be supplied to a community. ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ പെർ ക്യാപിറ്റ ഡിമാൻഡ്. ഓക്കെ, ഇവിടെ പെർ ക്യാപിറ്റ ഡിമാൻഡിനെ പറ്റി എഴുതണം. പിന്നെ വാട്ടർ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, വേരിയസ് കൈൻഡ് ഓഫ് വാട്ടർ ഡിമാൻഡ്സ് എന്നുള്ളത് അത് നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. ഓക്കെ, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് വഴിയാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് നിങ്ങൾ ചെയ്ത് അതിനെപ്പറ്റി നിങ്ങൾ എഴുതണം. ഓക്കെ, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, പിന്നെ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് അതിനകത്ത് ഫയർ ഡിമാൻഡിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഓക്കെ, മാക്സിമം ഡിമാൻഡ് എങ്ങനെയാണ് എടുക്കുന്നത്, ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഫയർ ഡിമാൻഡ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഫസ്റ്റ് എ പാർട്ടിൽ നിങ്ങൾ പറയണം. ഓക്കെ, സെക്കൻഡ് വണ് കമ്പയർ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ ഫോർ സെലക്ടിങ് ദം ആസ് എ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ പ്രോജക്റ്റ്. ഓക്കെ, ഇപ്പോൾ സോഴ്സസ് ഡിഫറെൻറ്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന രണ്ട് സോഴ്സസ് ആണ്. എന്തൊക്കെയാണ്, ഒന്ന് സർഫർ സോഴ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് സർഫർ സോഴ്സും ഉണ്ട്. പിന്നെ വരുന്ന സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ സോഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന രണ്ട് സോഴ്സുകൾ. ഇപ്പോൾ സർഫർ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന റിവർ, ലേക്ക്, സ്ട്രീം, പിന്നെ റിസർവർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വരും. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ വെല്ല്, ഇൻഫിൽട്രേഷന്, പിന്നെ സ്പ്രിങ്സ്, അതിനെപ്പറ്റി ഇൻഫിൽട്രേഷൻ ഗാലറീസ്, സ്പ്രിങ്സ്. ഒക്കെ, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഒന്ന് ജസ്റ്റ് കമ്പാരിസൺ പോലെ എഴുതുക. പിന്നെ അതിൻ്റെ സിയിൽ വന്നിരിക്കുക ഡിഫൈൻ MPN, മോസ്റ്റ് പ്രോബബിൾ നമ്പറും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഫോർ ഡിറ്റർമിനിങ് ദ സെയിം. 3 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ MPN എന്താണെന്നുള്ളത് നമുക്കറിയാം, ഐ ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ, MPN. ഓക്കെ, സോ MPN എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബിൾ നമ്പറാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബാക്ടീരിയലിൻ്റെ ഇതിന് വേണ്ടിയിട്ട്, ബാക്ടീരിയൽ അതിൻ്റെ കുറച്ചും കൂടെ ബാക്ടീരിയൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ട്, വെള്ളത്തിലെ ബാക്ടീരിയൽ ഡിറ്റക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് വി ആർ ഫൈൻഡിങ് ഔട്ട് MPN. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് പ്രസൻസ് ഓഫ് പാത്തോജൻസിനെ പറ്റി പറയാം. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, പാത്തോജൻസ് 3 മാർക്ക്. അപ്പോൾ ജസ്റ്റ് പാത്തോജൻസിൻ്റെ പ്രസൻസും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. പാത്തോജൻസിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ളത്, ഒരുപാട് ബ്രീഫായിട്ട് വേണ്ട. Okay, now coming to the second question, that is enlist any 8 characteristics of raw water. Mention the method of analysis and acceptable value as per the drinking water quality standards, any 3 of them. Okay, ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഏതെങ്കിലും 8 പാരാമീറ്റേഴ്സ്. ഓക്കെ, വെള്ളത്തിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതെങ്കിലും 8 പാരാമീറ്റേഴ്സ് നമ്മൾ ഓൾറെഡി അതിൻ്റെ സീരീസ് 1 ചോദിച്ചതാണ്. വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. അത് ക്ലോറൈഡ്, സൾഫേറ്റ്സ്, അങ്ങനെ ഒരുപാട് അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അത് എൻലിസ്റ്റ് എഴുതി എഴുതിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് എഴുതാണ്ട് ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് എൻലിസ്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ സി ദസ് എൻലിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ കോളമൊക്കെ വരച്ചിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ, മാക്സിമം പെർമിസിബിൾ വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ എഴുതിയിട്ട് പോവുക. പിന്നെ വെള്ളത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പിന്നെ വരുന്ന അടുത്തത് 2B പോപ്പുലേഷൻ ഒരു നമ്മുടെ പ്രോബ്ലമാണ്. സോ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഫോർ 3 consecutive years 1991, 2001, 2011 is 80,000, 250,000, 480,000 ആണ്. സാച്ചുറേഷൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഫോർ ദ ലോജിസ്റ്റിക് കർവ് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് പോപ്പുലേഷൻ ഇൻ 2021. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം so first of all ഇതിൽ you have to find out
So first of all, you have to find out the saturation population. Okay, saturation population എന്ന് പറഞ്ഞാൽ PS ആണ്. PSന്റെ ഇക്വേഷൻ നമുക്കറിയാം 2 into P0 P1 P2 minus P1 square into P0 plus P2 divided by P0 into P2 minus P1 square. Okay, ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ വാല്യൂസ് നമുക്കറിയാം. P0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോപ്പുലേഷൻ, P1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോപ്പുലേഷൻ, P2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ റൈറ്റ് ഡൗൺ അതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ദ വാല്യൂ ഇസ് അറൗണ്ട് എത്ര വരുന്നത് അതായത് 655,602. ഇത് ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നത് നിങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബിക്കോസ് P0 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 40,000 വരും. P1 ഈസ് ഈക്വൽ ടു 2,50,000. പിന്നെ P1 ഈസ് ഈക്വൽ ടു 2,50,000. P2 ഈസ് ഈക്വൽ ടു 4,80,000 ആണ്. ഓക്കെ, സോ എല്ലാ പാരാമീറ്റേഴ്സും നമുക്കറിയാം. P0 ഈസ് 80,000. P0 എന്ന് പറയുമ്പോൾ 80,000 ആണ്. 80,000. P1 ഈസ് ഈക്വൽ ടു 2,50,000. P2 എന്ന് പറയുമ്പോൾ 4,80,000. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. PS you will get. After that you have to find out the M value. Okay, so M is equal to PS minus P0 divided by P0. Okay, so PS just now നമ്മൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P0 we know 80,000. Okay, so you will get the answer as 7.195. Okay, അതിനുശേഷം you have to find out N. So N is equal to 2.2 divided by T1 into log 2.3 ആണ് log 10 to the base of P0 into PS minus P1 divided by P1 into PS minus P0. Okay, ഇതാണ് Nന്റെ ഇക്വേഷൻ. Okay, if you substitute in that equation, substitute ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ you will get N is equal to minus 0.1488 വരും. Okay, minus 0.1488 ആണ് വരുന്നത്. Again, logistic curve equation. Next is you have to find out the logistic curve equation for the equation P. Okay, so P is substitute table 655,602 divided by 1 plus 7.195 log e to the base of minus 1 into minus 0.1488. Okay, അതിനകത്ത് നമ്മൾ വരുന്ന T is equal to 2021 minus 1991, that is 30 years. Okay, so population for the year of 2021 will be 655,602 divided by 1 plus 7.195 log e to the base of minus 1 into minus 0.1488 into 30. Okay, ഇവിടെ ഒരു T ഉണ്ട്, വിട്ടുപോയതാണ്. ഇവിടെ T ഉണ്ട്. Okay, so T ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 30. Okay, and now if you solve this equation you will get the answer around 605,436. Okay, ഇതാണ് population forecast. Okay, now coming to the എല്ലാ പോയിന്റും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള സമയമില്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾ റെഫർ ചെയ്യുക, അത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണാം. ഓക്കെ,
Okay, now coming to the next question, that is question number 3. Okay, question number 3. Define intake as referred in a water supply system and distinguish between dry intake and wet intake, and also the important factors governing the selection of site for the intake. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ല, ഇൻടേക്കിൻ്റെ ഡെഫിനേഷൻസും കാര്യങ്ങളും, പിന്നെ ഡിഫറൻസ് എഴുതുക, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ വെറ്റ് ഇൻടേക്ക് ആൻഡ് ഡ്രൈ ഇൻടേക്ക്. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ ഡു ഒരു 3-4 പോയിന്റ് നമുക്ക് എഴുതാം. പിന്നെ അതിനുശേഷം ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ സെലക്ഷൻ ഓഫ് സെറ്റ്, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, so next point 3b, what are the points which need to be considered while selecting the location of a pumping station? Okay, pumping station. പിന്നെ കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിക് എനർജി. ഓക്കെ, ഇത് നമുക്ക് ചെയ്യണം. സോ ഫസ്റ്റ് അതിൻ്റെ ബി പാർട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ ദ PPT. എങ്ങനെയാണ് സൈറ്റ് സെലക്ഷൻ വരുന്നതെന്നുള്ളത്, ഫോർ ദ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന സൈറ്റ് സെലക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ്, compute the cost of electric energy in a month for a pump which is operated for 8 hours daily for 30 days. The pump lifts 93,600 liters of water per hour against total head of 25 meters. The pump has an efficiency of 75 meters and electric motor has an efficiency of 80%. The cost of electric energy is ₹15 per unit. Okay, so ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ഇലക്ട്രിക് എനർജി. എത്ര ഇലക്ട്രിക്, ഒരു പമ്പ് ഉണ്ട്, ആ പമ്പ് ഇസ് ആക്ച്വലി പമ്പിങ് 93,600 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, അതായത് ഒരു ദിവസം 8 മണിക്കൂർ വെച്ചിട്ട് 30 ദിവസം ഈ പമ്പ് ഒരു 93,600 ലിറ്റേഴ്സ് ഓഫ് വെള്ളം പമ്പ് ചെയ്തിട്ടുണ്ട് ടു ഹെഡ് ഓഫ് 25 മീറ്റേഴ്സ്. ഓക്കെ, പമ്പിൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, മോട്ടറിൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. അപ്പം മൊത്തം ഇലക്ട്രിക് എനർജി എത്രയായിരിക്കും എന്നാണ്. ഓക്കെ, ഇലക്ട്രിക് എനർജി പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, മൊത്തം ഇലക്ട്രിക് എനർജി എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, വളരെ ചെറിയൊരു പ്രോബ്ലമാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മൾ ആദ്യം വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പവർ. ഓക്കെ, പവറിൻ്റെ ഇക്വേഷൻ ഈസ് WQH divided by neta. So okay, so W എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇവിടെ വെയിറ്റ് ഓഫ് ദ വാട്ടർ ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് 9.81 kN per meter cube. ഓക്കെ, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. ഓക്കെ, ഡിസ്ചാർജ്. ഓക്കെ, സോ ഡിസ്ചാർജ് ദേ ഹാവ് ഗിവൺ ആസ് എത്രയാണ്, 93,600 ലിറ്റേഴ്സ് പെർ അവറിൽ അല്ലേ. സോ ഇതിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദിസ് നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് ഇക്വേഷൻ അങ്ങനെയാണ് സെറ്റ്, മീൻസ് ഇക്വേഷൻ അങ്ങ് സെറ്റ് ചെയ്താൽ യുനാനിമസ് ആയിരിക്കണം. ഇവിടെ kN per meter cube എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്സിൽ തന്നെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഫസ്റ്റ് 93,600 ഇൻറ്റു ലിറ്റേഴ്സിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. പിന്നെയുള്ളത് അവറാണ്. അവറിനെ യു ഹാവ് ടു മേക്ക് ഇൻ ടു സെക്കൻഡ്സ്. ദാറ്റ് ഈസ് അവർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്സ് ആയി, 60 മിനിറ്റ്സിന് 60 സെക്കൻഡ്സ് ആയി. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.026 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വരും. ദാറ്റ് ഈസ് ദ ഡിസ്ചാർജ്. ഓക്കെ, പിന്നെ ഹെഡ് തന്നിട്ടുണ്ട് 25 മീറ്റേഴ്സ് ആണ് എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി 2 എഫിഷ്യൻസി ഉണ്ട്, ഒരു 0.75 എഫിഷ്യൻസി ഉണ്ട്, 0.8 ഇലക്ട്രിക് മോട്ടറിൻ്റെ എഫിഷ്യൻസി ഉണ്ട്, പമ്പിൻ്റെ എഫിഷ്യൻസിയും കൂടെ ഉണ്ട്. രണ്ടും ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് 0.6. ഇനി ഒന്നുമില്ല, just substitute in this equation. Okay, substitute for this equation P. So P is equal to 9.81 into 0.026 into 25 divided by 0.6. Okay, so you will get the P as 10.63 kilowatt. Okay, 10.63 kilowatt at you will get the answer. Next you have to find out energy per day. Okay, next is you have to find out energy per day. Energy per day. Okay, അതായത് 10.63. അപ്പോൾ ഒരു ദിവസം
എത്ര 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 10.63 ഇൻറ്റു 8 അപ്പോൾ എത്ര വരും? 85.04 കിലോ വാട്ട് അവർ ആവും. ഓക്കെ, ഇൻറ്റു 8 മണിക്കൂർ. അപ്പോൾ നമുക്ക് വി ഗോട്ട് ദിസ് ഇൻ അവേഴ്സിൽ കിട്ടി. ഇനി ഒരു മാസം മന്ത്ലി എത്രയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കാം. ഓക്കെ, മന്ത്ലി റിക്വയർമെൻറ്റ്. സോ മന്ത്ലി റിക്വയർമെൻറ്റ് എത്രയാണ്? ഒരു ദിവസം 8 മണിക്കൂർ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ എത്ര ദിവസം ഒരു മാസം, അതായത് 30 ദിവസം അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ വരും എത്ര വരുന്നത്? 255.1.2 കിലോ വാട്ട് അവർ വരും. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്ന് പറയുമ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 15 രൂപയാണ് ഒരു യൂണിറ്റ്. സോ ദാറ്റ് ഈസ് ₹50. റുപ്പീസ് ഇപ്പം ഇല്ല അല്ലേ? 15 ഇൻറ്റു 255.1.2. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 38,268 വരും. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ടൈപ്പ് 1 സെറ്റിലിംഗ് ആൻഡ് ടൈപ്പ് 2 സെറ്റിലിംഗ് ചെയ്തൂടെ? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ല. ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് ഹിൻഡേർഡ് സെറ്റിലിംഗ്, അങ്ങനെ പല യു ക്യാൻ റൈറ്റ് ഡൗൺ. പിന്നെ ബി പാർട്ട്, ഡിസ്ക്രൈബ് എനി 2 മിക്സിംഗ് ഡിവൈസസ് ഓഫ് കോയാഗുലൻ വിത്ത് ഫിഗർ. ഓക്കെ, മിക്സിംഗ് അത് തന്നിട്ടുണ്ട്. മിക്സിംഗ് ബേസിൻ വിത്ത് ബേഫിൾ വാൾസ് ഉണ്ട്, പിന്നെ മെക്കാനിക്കൽ മീൻസിൻ്റെ ഉണ്ട്, പിന്നെ ഹൈഡ്രോളിക് മിക്സിംഗ് ചാനൽ ഉണ്ട്, പിന്നെ അതിൻ്റെ ഫിഗറും ഞാനത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാണ്ട് ഹൈഡ്രോളിക് ചാനൽ ഉണ്ട്, അത് നോട്ടിനകത്തുണ്ട്. ഹൈഡ്രോളിക് ചാനൽ, കംപ്രസ്ഡ് എയർ. ഓക്കെ, ഈ 2 മിക്സിംഗ് ഡിവൈസസും നോട്ടിനകത്ത് റെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. മിക്സിംഗ് ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് കൊയാഗുലൻ്റ് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന ഓരോ ഡിവൈസസ്, മിക്സ് ചെയ്യുന്ന ആ ചേംബറിനെ പറ്റി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അത് മിക്സിംഗ് ബേസിൻ വിത്ത് ബേഫിൾ വാൾസ് ഉണ്ട്, മെക്കാനിക്കൽ മീൽസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സി പാർട്ടിൽ ഒന്നിലെ പ്രോബ്ലം ആണ്, 5 മാർക്കിന്. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1.2 റിമൂവ്ഡ് ഇൻ എ ടാങ്ക് having a surface area of 250 meters square, treating 10 ml of water at 21 degree Celsius. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ. ഒരു സെറ്റിലിംഗ് പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിലിംഗ് വെലോസിറ്റിൻ്റെ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു VS, ദാറ്റ് ഈസ് ഈക്വൽ ടു 418 ഇൻറ്റു S-1 ഇൻറ്റു D സ്ക്വയർ ഇൻറ്റു 3T പ്ലസ് 70 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ അതിനകത്ത് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ അല്ലേ? എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 1.2. ഡി ഡയമീറ്റർ കണ്ടുപിടിക്കണം. ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചറാണ്, 21 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാക്കി കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ സെറ്റിലിംഗ് വെലോസിറ്റി. ഓക്കെ, സെറ്റിലിംഗ് വെലോസിറ്റി എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ ദേ ഹാവ് ഗിവൺ എ ക്ലൂ. ദാറ്റ് ഈസ് ഒരു 10 × 10⁻², അതായത് 10 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് അവിടെ ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സെറ്റിലിംഗ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സെറ്റിലിംഗ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ലൈക്ക് വാട്ടർ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. ഓക്കെ, സോ ഇത് ഓവർഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ സെയിം ഇക്വേഷൻ ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ഔട്ട് സെറ്റിലിംഗ് വെലോസിറ്റി ഓൾസോ. ഓക്കെ, അതായത് വാട്ടർ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ.
of the tank. ഇപ്പോൾ വാട്ടർ ഡിമാൻഡ് തന്നെ എത്ര വരുന്നത് 10 million liters per day എന്നാ പറഞ്ഞിട്ടുള്ളത്. Okay, 10 million liters per day. So that is 10 into 10 raised to 6 liters per day. Okay, 10 million liters ആട്ടോ ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത്. മില്യൺ ലിറ്റേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ലിറ്റേഴ്സിൻ്റെ ഫോമിലേക്ക് ആക്കുകയാണ്. ദാറ്റ് ഈസ് 10 into 10 raised to 6 liters per day into സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 250. ഓക്കെ, അഗെയിൻ ഇവിടെ നമ്മൾ കൺവേർഷൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, യു ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻറ്റു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, സോ കൺവേർഷൻ ചെയ്യണം. So let's do the conversion. So first discharge Q is equal to what the discharge എത്രയാണ് 10 mld. So that is 10 into 10 raised to 6 liters per day. And നമ്മൾ in terms of hourലേക്ക് എടുക്കുക. Okay, so 10 into 10 raised to 6 divided by 24. ഓക്കെ, സോ എത്ര വരുന്നത്? അതേപോലെ തന്നെ എത്ര വരും? ഇവിടെ ഈ ലിറ്റേഴ്സാണ്. ഈ ലിറ്റേഴ്സിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലിറ്റേഴ്സിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, സോ ഈ ഒരു സംഭവത്തിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക് 10 into 10 raised to 6 into ഇതിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10 raised to -3 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എത്ര കിട്ടാ? 416.6 മീറ്റർ ക്യൂബ് പെർ അവർ കിട്ടും. ഓക്കെ, മീറ്റർ ക്യൂബ് പെർ അവർ കിട്ടും. ഇതിനെ ഒന്നും കൂടെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, this again you have to convert to mm per second. Okay, mm per second ലേക്ക് കൺവേർട്ട് ചെയ്യാം. സോറി, mm per second അല്ല, this you can directly ഇവിടെ കൊടുക്കാം. സോറി, ഇത് ഓക്കെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്ചാർജ്. ഓക്കെ, ദാറ്റ് ഈസ് 416 m cube per hour. ഓക്കെ, സോ അതിന് നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഓക്കെ, സോ ദാറ്റ് ഈസ് settling velocity is equal to 416.66 meter cube per hour divided by 250 meter square. Okay, so നമുക്ക് കിട്ടുന്ന ആൻസർ 1.667 മീറ്റർ പെർ അവർ കിട്ടും. ഓക്കെ, ഇതിനെ mm per സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ദിസ് യു ഹാവ് ടു കൺവേർട്ട് ടു mm per second. ഓക്കെ, അപ്പോൾ mm per സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.463 mm per second. ഓക്കെ, ഓക്കെ അല്ലേ? നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, കൺവേർഷൻ എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇതിൻ്റെ? അത് 1.667 ഇൻറ്റു 1000 കൊടുക്കുക, mm കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 3600 അല്ലേ? സിമ്പിൾ മാത്സ്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എല്ലാ പാരാമീറ്റേഴ്സും നമുക്കറിയാം, ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് എത്ര വരുന്നത്? 0.463 is equal to 418 into 1.2 minus 1 d square into 3 into 21 plus 70 divided by 100. So from this d will be around 0.065 meters. Okay, so നിങ്ങളും കൂടെ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ.
ആൻസേഴ്സ് ഇത് തന്നെയല്ലേ വരുന്നത്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെന്താണ്, ഓക്കെ, ഡിസൈനേഴ്സ് ലോസ് ആൻഡ് ഫിൽറ്റേഴ്സ് വിത്ത് ഫോളോയിങ് ഡാറ്റ. പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, പെർ ക്യാപിറ്റ ഡിമാൻഡ് തന്നിട്ടുണ്ട്, ലേറ്റ് ഓഫ് ഫിൽട്രേഷൻ തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ഈച്ച് ബെഡ് ഈസ് ട്വൈസ് ഓഫ് ബ്രെഡ്ത്ത്, അത് റെക്ടാങ്കുലർ. അസ്യൂം ദ മാക്സിമം ഡിമാൻഡ് ആസ് 1.8 ആവറേജ് ഡെയിലി ഡിമാൻഡ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണത്. മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 1.8 ഓഫ് ആവറേജ് ഡെയിലി ഡിമാൻഡ് ആണ്. ആൻഡ് ഓൾസോ അസ്യൂം ദാറ്റ് വൺ ഓഫ് ദ 6 യൂണിറ്റ് വിൽ ബി കെപ്റ്റ് ആസ് സ്റ്റാൻഡ് ബൈ. ഓക്കെ, സോ സിമിലർ പ്രോബ്ലം തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. അത് ഞാൻ പറയുന്നില്ല എങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അറിയുന്നല്ലേ എങ്ങനെ എല്ലാം ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് ആവറേജ് ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിക്കുക. ചെയ്യണ്ടല്ലോ, മാക്സിമം ഡെയിലി ഡിമാൻഡ്, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ, പിന്നെ സർഫസ് ഏരിയ ഫിൽറ്റേഴ്സ്, ഏരിയ ഓഫ് ഈച്ച് ഫിൽറ്റേഴ്സ്, പിന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ലെങ്ത്, ബ്രെഡ്ത്ത് ഒക്കെ നമ്മൾ നോട്ടിൽ തന്ന അതേ പ്രോബ്ലം തന്നെ. പിന്നെ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അതിൻ്റെ ബി പാർട്ടിൽ വരുന്ന ഡിസൈൻ എ ക്ലാരിഫിക്കുലേറ്റർ ടു ട്രീറ്റ് 6 million liters ഓഫ് വാട്ടർ. ഓക്കെ, അസ്യൂം ദ ഡാറ്റ വേർ ഓർ ഇറ്റ് ഈസ് നെസസറി. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ അല്ലേ. ഒരു ഇൻലെറ്റ് പൈപ്പ്, ഫ്ലോക്കുലേഷൻ ചേംബർ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് സെഡിമെൻറ്റേഷൻ ചേംബർ വേണം. ഓക്കെ, അത് ഫ്ലോക്കുലേഷൻ സെഡിമെൻറ്റേഷൻ ചേംബർ. ഓക്കെ, അത് നടക്കുന്ന ചേംബർ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുക. പിന്നെ അതിനകത്തുള്ള ഇൻലെറ്റ് പൈപ്പൊക്കെ കാണിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ക്ലാസ്സിൽ ചെയ്ത സെയിം അതേപോലെ തന്നെ. കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ അതേ മോഡൽ തന്നെ ചെയ്യുക. പിന്നെ B6A വരുന്ന നെയിം എനി 4 കോമൺലി യൂസ്ഡ് കൊയാഗുലൻ്റ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ കൊയാഗുലൻ്റ് ഡോസേജ്. അതും നമുക്കറിയാം, അതും ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കൊയാഗുലൻസ്. ഓക്കെ, ബി പാർട്ടിൽ വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ബാക്ക് വാഷിംഗ് ഓഫ് റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ഫിഗർ നന്നായിട്ട് പഠിക്കുക. എല്ലാം മാർക്ക് ചെയ്യാം. അത് ഇൻലെറ്റ് ചേംബർ, പിന്നെ സെൻട്രൽ ഡ്രെയിൻസ്, ലാറ്ററൽ ഡ്രെയിൻസ്, പിന്നെ വാഷ് വാട്ടർ ഡ്രെയിൻസ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. അല്ല എക്സ്പ്ലെയിൻ ചെയ്യണ്ട, അതിനകത്ത് വരച്ചിട്ട് കാണിച്ചു കൊടുക്കുക. പിന്നെ കമ്മിങ് ടു പാർട്ട് സി, ഡിഫൈൻ ഡിസിൻഫെക്ഷൻ, എൻലിസ്റ്റ് ദ വേരിയസ് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് ദ മെത്തേഡ്സ് വേർ ദർ ആർ സ്യൂട്ടബിൾ. ഓക്കെ, അതും നമുക്കറിയാം. അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്താണ് ഡിസിൻഫെക്ഷൻ? ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ അയോഡിൻ മെത്തേഡ് ഉണ്ട്, ബ്രോമിൻ മെത്തേഡ് ഉണ്ട്, ഓസോൺ മെത്തേഡ് ഉണ്ട്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, സിൽവർ മെത്തേഡ്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, 6 വൺ മോർ തിങ്, ഈ ക്വസ്റ്റ്യനകത്ത് അതായത് ഓക്കെ എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പറയണം. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ആൻഡ് ബാക്ക് വാഷിംഗ് ഓഫ് റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ബാക്ക് വാഷിങ്ങും ഡിഫൈൻ ചെയ്യണേ. ഫിഗർ മാത്രം വരച്ചാൽ പോരാ. ഓക്കെ, 7B വന്നു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ അനാലിസിസ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. എന്തൊക്കെയാണ് നമ്മുടെ പ്ലെയിൻ ക്ലോറിനേഷൻ, പ്രീ ക്ലോറിനേഷൻ, പോസ്റ്റ്, ഡബിൾ, ബ്രേക്ക് പോയിന്റ്, സൂപ്പർ, അതൊക്കെ. പിന്നെ വരുന്ന സി പാർട്ടിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് യൂസിങ് ഹാർഡി-ക്രോസ് മെത്തേഡ്. ഓക്കെ, സോ ഹാർഡി-ക്രോസ് മെത്തേഡ് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളതിൻ്റെ PPTയിൽ തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് ഡിഫൈൻ ചെയ്ത് എഴുതുക. ഓക്കെ, മാർക്ക് നോക്കിയിട്ട് എഴുതണേ. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, എനർജി ബാലൻസ് സിസ്റ്റം, അതൊക്കെ പറയണം. 8A ഡിസ്കസ് ദ പർപ്പസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് എയറേഷൻസ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിലുണ്ട് അല്ലേ. ഒരുപാട് എയർ ഡിഫ്യൂഷൻ മെത്തേഡ് ഉണ്ട്, കാസ്കേഡ്സ് ഉണ്ട്, സ്പ്രേ നോസിൽസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. ബി പോർഷനിൽ ഇനി 3 മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീസാലിനേഷൻ ഓഫ് വാട്ടർ. അതും നമുക്കറിയാം. ഡിസ്റ്റിലേഷൻ ഉണ്ട്, റിവേഴ്സ് ഓസ്മോസിസ് ഉണ്ട്, ഇലക്ട്രോ ഡയാലിസിസ് ഉണ്ട്, ഫ്രീസിങ്, സോളാർ ഇവാപ്പറേഷൻസ്, അതൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പിന്നെ സി പോർഷനിൽ വരുന്നിടത്ത് എക്സ്പ്ലെയിൻ ദ ഇക്വലന്റ് പൈപ്പ് മെത്തേഡ്, ദ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സിസ്റ്റം.
അതും പി പി ടിനകത്തുണ്ട്. യൂസിങ് ദ നോമോഗ്രാഫ് മെത്തേഡ് വെച്ചിട്ട് നോമോഗ്രാം മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് യു ആർ ഡിഫൈനിങ് ദ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ എനകത്ത് ഡിസ്കസ് ദ വേരിയസ് ടൈപ്സ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതും സിമ്പിളാണ് അല്ലെ, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഏതാ ഗ്രിഡ് അയൺ, ഒരുപാട് സിസ്റ്റംസ് ഗ്രിഡ് അയൺ ഉണ്ട്, മറ്റേ റേഡിയൽ സിസ്റ്റം ഒക്കെ ഉണ്ട്, അതൊക്കെ പറയാം. 9B ഹാർഡി ക്രോസ് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ഹെഡ് ലോസ് മേ ബി അസ്യൂംഡ് ആസ് KQ². കെ വാല്യൂ തന്നിട്ടുണ്ട് ഓരോ ഫ്ലോയിൻ്റെയും. ഓക്കെ, കെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ കോമൺ പൈപ്പിൻ്റെ മാത്രം മിസ്സിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ അസ്യൂം ചെയ്തെടുക്കാം. അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുക, അസ്യൂം കോമൺ പൈപ്പിൻ്റെ കെ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്ത് പറയാം. ഓക്കെ, പിന്നെ ഫ്ലോ ടർബുലൻ്റ് ആണ്, റഫാണ്, യൂസ് ഹാർഡി ക്രോസ് മെത്തേഡ്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റത്തെ അനാലിസിസ് മാത്രം ഞാൻ ഹാർഡി ക്രോസിൻ്റെ ഫ്ലോ മെത്തേഡ് മാത്രം ഞാൻ കാണിച്ചു തരാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ, പി പി ടിനകത്തുണ്ട് എല്ലാം. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇത് നോക്കുക. ഓക്കെ, സോ ഇവിടെ ഒരു 75 പുറത്തേക്ക്, 50 അകത്തേക്ക്, പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് ഒരു 50 വന്നിട്ടുണ്ട്, ഒരു കോമൺ പൈപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു 25 പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം. ഇതിനെ നമ്മൾ ഫസ്റ്റ് ബാലൻസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ചെയ്യുക. സോ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് 50 ആണ് അകത്തേക്ക് വന്നിട്ടുള്ളത്, ഇങ്ങനെയാണ് ഫ്ലോ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഫ്ലോ, ദിസ് വാട്ടർ വിൽ ബി ഫ്ലോയിങ് ടു ദിസ് ഡയറക്ഷനും ദിസ് ഡയറക്ഷൻ. പിന്നെ അത് നമ്മൾ മെയിനായിട്ട് ഫ്ലോ ഡയറക്ഷൻ കറക്റ്റായിട്ട് അസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ ഈ ഫ്ലോ, അത് ഇൻഫ്ലോ ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്ഫ്ലോ. ഓരോ ജംഗ്ഷൻസിലും വരുന്ന ഇൻഫ്ലോ ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്ഫ്ലോ. അത് ബാലൻസ്ഡ് ആയിട്ട് വരണം. ഓക്കെ, സോ ഇവിടെ ഒരു 50 ഉണ്ട്, ഇങ്ങോട്ട് രണ്ട് ഡയറക്ഷനിലേക്കായിരിക്കും ഫ്ലോ പോവുക. ഓക്കെ, ഇപ്പം നമുക്ക് അസ്യൂം ചെയ്യാം ഇങ്ങോട്ടേക്ക് ഒരു 15ഉം ഇങ്ങോട്ടേക്ക് ഒരു 35ഉം പോകുന്ന അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പോയിന്റ്, ഈ പോയിന്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഇവിടുന്ന് ഒരു 35 ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 50 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 85 ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ജംഗ്ഷനിൽ ഒരു 85 ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോമൺ പൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ കോമൺ പൈപ്പിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോമൺ പൈപ്പിൽ നിന്ന് എന്തായാലും ഒരു അപ്വേർഡ് ഫ്ലോയ്ക്കുള്ളൊരു ചാൻസ് കുറവാണ് അല്ലേ. അപ്വേർഡ് ഫ്ലോ പിന്നെ ആണെങ്കിൽ അപ്വേർഡ് ഫ്ലോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോകണം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലോ ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പുറത്തേക്ക് പോകുന്നു. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ യു ക്യാൻ അസ്യൂം ഇൻ ദാറ്റ് വേ. അതായത് വെള്ളം ഈ ഡയറക്ഷനിൽ പോകുന്നു, പിന്നെ പുറത്തേക്ക് വന്നു. ഓക്കെ, സോ ഇവിടെ ഒരു 35 + 50, അതായത് ഈ ഒരു ജംഗ്ഷൻ പോയിന്റ് തന്നെ 85 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാം ഒരു എത്രയാണ്, ഒരു 20 ലിറ്റേഴ്സ്. ഓക്കെ, അതായത് ഒരു 20 ലിറ്റേഴ്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, ഒരു 20 ലിറ്റേഴ്സ് ഇങ്ങനെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും ബാക്കി, ഒരു 20 ലിറ്റേഴ്സ് ഇങ്ങനെ ഒരു 15ഉം 20ഉം ഇവിടെ വന്നു. ഓക്കെ, 15ഉം 20 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 30ആയി. ഓക്കെ, 35ആയി. ഓക്കെ, ഇവിടെ 35 ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത്, ഈ 35 തന്നെ ഒരു 25 പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ 35 - 25, ബാക്കി ഒരു 10 ലിറ്റർ ഉണ്ട്. അപ്പോൾ 10 ലിറ്റർ വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, പിന്നെ വേണ്ടത് ഇവിടെ ഒരു 75 ലിറ്റർ വെള്ളം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ എത്രയുണ്ട്, ഇവിടെ ഒരു 85 ഉണ്ട്. ഓക്കെ, ഈ 85ന് ഒരു 20 ആണ് ഇങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ബാക്കി എത്രയുണ്ട്, അപ്പം ബാക്കി 65 ഉണ്ട്. ആ 65 ഇങ്ങനെ ഫ്ലോ ചെയ്യാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയില്ലേ, 65 വന്നു, 10 വന്നു, ഇങ്ങോട്ടേക്ക് ഒരു 75 പുറത്തേക്ക് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 50, 35 ഇങ്ങോട്ട് പോയി, 15 ഇങ്ങോട്ട് പോയി. ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു 35, 50 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 85. ആ 85ൽ ഒരു 20 ഇങ്ങോട്ടും പോകുന്നുണ്ട്, 65 ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാലോ, ഇവിടേക്കുള്ളൊരു 15 + 20 ഇങ്ങോട്ട് വരുന്നുണ്ട്, 35. ആ 35ൽ 25 പുറത്തേക്കും പോയി, ബാക്കി വരുന്നൊരു 10 ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഫ്ലോ ഫുള്ള് ബാലൻസ്ഡ് ആയി.
ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലോ ബാലൻസ് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് തന്നിരിക്കുന്ന പോലെ തന്നെ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹെഡ് ലോസ്. ഓക്കെ, ഹെഡ് ലോസ് കണ്ടുപിടിക്കണം. അതേപോലെ കറക്ഷൻസ് ഹാസ് ടു ബി അപ്ലൈ. ഓക്കെ, സോ സീരീസിനല്ല മോഡലിനകത്ത് എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഫസ്റ്റ് കറക്ഷൻ എല്ലാവരും ചെയ്തിട്ടുള്ളൂ, തെറ്റാണ്. സെക്കൻഡ് കറക്ഷൻ മാൻഡേറ്ററി ആണ്. ഓക്കെ, സെക്കൻഡ് കറക്ഷൻ ഇസ് മാൻഡേറ്ററി, അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ഡു ദ സെക്കൻഡ് കറക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് കറക്ഷൻ വേണം, സെക്കൻഡ് കറക്ഷൻ വേണം. ഓക്കെ, സെക്കൻഡ് കറക്ഷൻ അറൗണ്ട് 5 മാർക്ക് അത്രയും വെയിറ്റേജ് വരുന്നുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. ഓക്കെ, സോ 2 കറക്ഷനും മാൻഡേറ്ററിലി ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ കറക്റ്റഡ് ഫ്ലോ ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ആ പി പി ടി തന്ന അതേപോലെ തന്നെ ഒരു വ്യത്യാസമല്ല. So that's about trolley question. Okay. Now next 2020 ഒരു പേപ്പർ ആണ് സോൾവ് ചെയ്യുന്നത്. Okay, so this is the question paper 2020 പേപ്പർ ആണിത്. ഇത് നമുക്ക് നോക്കാം. Okay, so ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ is what are the necessities and components of a planned water supply scheme? ചെയ്യാവുന്നുള്ളൂ. ഓൾ ദ നെറ്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ നെസസിറ്റീസ് വരുന്നത്, പിന്നെ അതിൻ്റെ കോമ്പോണൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ആ ക്ലാസ്സിൽ നമ്മൾ പേപ്പറിനകത്തുണ്ട്. രണ്ടാമത് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലേഷൻസ് ഓഫ് 5 decades 1970 to 2010 തന്നിരിക്കുന്ന ഒരു പോപ്പുലേഷൻ ചാർട്ട് ഉണ്ട്. യൂസിങ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ 2026 പോപ്പുലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അതിനകത്ത് ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാലോ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അത് പോപ്പുലേഷൻ ആ ചാർട്ടിലെ പോപ്പുലേഷൻ്റെ ഡിഫറൻസ് ആദ്യം എഴുതുക. ഓക്കെ, 2 പോപ്പുലേഷൻ്റെ ഡിഫറൻസ് ആദ്യം എഴുതുക. സോ ഫസ്റ്റ് എക്സ് ബാർ, അതായത് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്. സോ എക്സ് ബാർ ഇസ് വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 5,000 plus 3,000 plus 4,000 plus 3,000 divided by 4 ചെയ്ത് കഴിഞ്ഞാൽ 3750 വരും എക്സ് ബാർ. പിന്നെ വരുന്ന വൈ ബാർ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്. ഓക്കെ, അതായത് ഈ ഡിഫറൻസിൻ്റെ ഡിഫറൻസ് മൈനസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എടുക്കുക. സോ ദാറ്റ് വിൽ ബി അറൗണ്ട്, അതായത് ഒരു -2,000 വരും, 1,000 വരും. Okay, so that is 3,000 വരും plus 1,000. So അതിൻ്റെ divided by 3. So you will get it around 666 minus 666.66 വരും. ഓക്കെ, പിന്നെ ഇവിടെ n കുറച്ച് ട്രിക്കി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് 2026 minus 2010 divided by 10 decades അല്ലേ. സോ ദാറ്റ് ഈസ് 1.6 ആണ് ഡെക്കേഡ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, പോപ്പുലേഷൻ 2026 പോപ്പുലേഷൻ. ഓക്കെ, ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല. ഐ ഹോപ്പ് യു ആൾ നോ ദാറ്റ്. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയതുകൊണ്ടാണ്. സോ P0 plus 1.6 into x bar plus n into n plus 1/2 into y bar, that is minus 666.67. So answer will be around 49613 വരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, explain any 5 characteristics of water. What are the indicator, or അത് നിങ്ങൾക്ക് ചെയ്യാം. 5 characteristics of water നിങ്ങൾക്ക് അറിയാം, PPT ഉണ്ട്. So what are the indicator organisms of microbiological activity? Okay,
ഇൻഡിക്കേറ്റർ ഓർഗാനിസം തന്നെ ഈക്കോളീസ് ആണ്. ഓക്കെ, ഈക്കോളിയാണ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുണ്ട്, പി പി ടിയിൽ റെഫർ ചെയ്യുക. എക്സ്പ്ലെയിൻ MTFT. MTFT എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടു ഫെർമെൻറ്റേഷൻ ടെക്നിക് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് വാട്ടർ. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മൈക്രോബയോളജിക്കൽ MTFT എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. മൾട്ടിപ്പിൾ ടു ഫെർമെൻറ്റേഷൻ ടെക്നിക്, അതായത് നമ്മൾ ആദ്യം 10 സാമ്പിൾസ് എടുക്കുന്നു, പിന്നെ അതിൽ നിന്നൊരു 10 ml എടുത്തിട്ട് വേറെ സാമ്പിളിലേക്ക് മാറ്റുന്നു, പിന്നെ അതിൽ നിന്നൊരു 0.1 ml എടുത്ത് വേറെ സാമ്പിളിലേക്ക് മാറ്റുന്നു. മണം വരുന്നുണ്ടെങ്കിൽ ഓക്കെ, മണം ഇല്ലെങ്കിൽ ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ ആ ടെസ്റ്റ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ സെയിം ടെസ്റ്റ് തന്നെ, അതാണ് മൾട്ടിപ്പിൾ ടു ഫെർമെൻറ്റേഷൻ ടെക്നിക്സ്. ഓക്കെ, അപ്പം അത് എഴുതാം. പിന്നെ 3A സ്പെസിഫൈ ദ വാട്ടർ സ്റ്റാൻഡേർഡ്സ് ഫോർ എനി 5 കെമിക്കൽ കാറ്റഗറീസ് ഓഫ് വാട്ടർ ആസ് പെർ IS 1050-212. ഓക്കെ, സോ IS 1050 എന്ന് വെച്ചാൽ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറയുന്നതാണ്. അത് നിങ്ങൾക്കറിയാം. ഏതെങ്കിലും കെമിക്കൽ പറയാത്ത 5 കാറ്റഗറി, സൾഫൈഡ്, ക്ലോറൈഡ് ഒക്കെ നമ്മൾ തൊട്ട് മുന്നത്തെ പേപ്പറിൽ പറഞ്ഞ സെയിം തന്നെ, നേരത്തെ യൂണിവേഴ്സിറ്റി പേപ്പറിൽ പറഞ്ഞ സെയിം ഏകദേശം കാര്യങ്ങൾ തന്നെ, അതിൻ്റെ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ 3B എക്സ്പ്ലെയിൻ ദ ലോജിസ്റ്റിക് കർവ് മെത്തേഡ് ഫോർ ദ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ ലോജിസ്റ്റിക് കർവ്. ഓക്കെ, സോ അതും നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് തന്നെയാണ്, PPT-നകത്തുണ്ട്. കമ്മിങ് ടു ദ പാർട്ട് B, വാട്ട് ഈസ് സർഫസ് ഓവർഫ്ലോ റേറ്റ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ സെഡിമെൻറ്റേഷൻസ്. തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്താണെന്ന് പറയാം, അതിന് സെഡിമെൻറ്റേഷൻ നമ്മൾ അത് വെച്ച് നമുക്ക് സെറ്റിലിംഗ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, സെറ്റിലിംഗ് വെലോസിറ്റി, അതിൻ്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വന്നിട്ടുള്ള ഡിസൈൻ എ കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്ക് ഫോർ ട്രീറ്റിംഗ് വാട്ടർ ടു ദ സിറ്റി വിത്ത് 4000 persons. അസ്യൂം സ്യൂട്ടബിൾ ഡാറ്റ. ഇല്ലാത്ത ഡാറ്റാസ് എല്ലാം അസ്യൂം ചെയ്യാം, ഒന്നും പേടിക്കണ്ട. ഡിറ്റൻഷൻ ടൈം, ഡിമാൻഡ്, ഡിറ്റൻഷൻ ടൈം, പിന്നെ എന്തൊക്കെയാണ്, ഡെപ്ത്ത്, വിത്ത്, ഡിറ്റൻഷൻ, ഫ്ലോക്കുലേഷൻ ചേമ്പർ ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുക. ലാസ്റ്റ് ഫിഗർ വരയ്ക്കാം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 5A മെത്തേഡ് മെൻഷൻ ദ കോമൺലി യൂസ്ഡ് കൊയാഗുലൻസ് ഫോർ ദ റിമൂവൽ ഓഫ് കൊളോയിഡൽ സോളിഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ മെക്കാനിസംസ് ഓഫ് റിമൂവൽ. ഓക്കെ, കോമൺലി യൂസ്ഡ് കൊയാഗുലൻസ് ഏതൊക്കെ നിങ്ങൾക്കറിയാം, അത് PPT-നകത്തുണ്ട്. ആലം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. റിമൂവൽ മെത്തേഡ്സും ഉണ്ട്, അത് നമുക്ക് പറയാം. പിന്നെ വരുന്നത് B പാർട്ടിൽ, ഡിസൈൻ എ സ്ലോസ് ആൻഡ് ഫിൽറ്റേഴ്സ് ഫോർ സപ്ലൈയിങ് വാട്ടർ ടു എ വില്ലേജ് ഹാവിംഗ് എ പോപ്പുലേഷൻ ഓഫ് 3000 persons, 140 per liters per capita per day, assume data suitable. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ, സ്ലോസ് ആൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ഡിസൈൻ. പിന്നെ വിത്ത് എ നീറ്റ് സ്കെച്ച് വർക്കിംഗ് ഓഫ് എ പ്രഷർ ഫിൽറ്റേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ PPT. എക്സ്പ്ലെയിൻ ദ കോമൺ ഓപ്പറേഷണൽ ട്രബിൾസ് ഓഫ് റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സ്. ഓക്കെ, അതുകൊണ്ട് അത് കുറച്ച് ഡിഫൈൻ ചെയ്ത് എഴുതാം കേട്ടോ, കാരണം ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതി പോകരുത്, എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓപ്പറേഷണൽ ട്രബിൾസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതാം. പിന്നെ പാർട്ട് C-നകത്ത് വന്നിട്ടുള്ളത് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷനും അതിൻ്റെ സിഗ്നിഫിക്കൻസും ആണ്. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ PPT-നകത്തുണ്ട്. പിന്നെ ഡിസ്കസ് എനി 2 മെത്തേഡ്സ് ഓഫ് റിമൂവിങ് പെർമനന്റ് ഹാർഡ്നെസ്, അതുകൊണ്ട് നോ പ്രോബ്ലം. പിന്നെ ഡിറ്റർമിനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യണം. വാട്ടർ ടു ബി സപ്ലൈഡ്, വാട്ടർ ഈസ് ടു ബി സപ്ലൈഡ് ടു എ പോപ്പുലേഷൻ ഓഫ് 20,000 at per capita demand of 135 liters per day. Bleaching powder contains 25% of chlorine. Determine how much of bleaching powder is required annually if 0.5 ppm of chlorine dose is required for disinfection. If the residual chlorine is 0.22 ppm at the end of the time, what is the chlorine demand? That's a question. Okay. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് you have to find out the amount of bleaching powder. ഓക്കെ, എത്രയാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ എമൗണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ബ്ലീച്ചിങ് പൗഡറിനകത്ത് 25% ഓഫ് അവൈലബിൾ ക്ലോറിനകത്തുള്ളത്. ഓക്കെ, ആ ക്ലോറിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ 0.5 ppm ആണ്. പിന്നെ ഒരു 30 മിനിറ്റിന് ശേഷം അവിടെ വേണ്ട റെസിഡ്വൽ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 0.22 ppm ആണ്. ഓക്കെ, നമുക്ക് സപ്ലൈ ചെയ്യേണ്ടത് 20,000 പേർക്കാണ് അറ്റ് എ റേറ്റ് ഓഫ് 135 liters per capita per day. അതായത് ഒരാൾക്ക് ഒരു ദിവസം 135 liters ഓഫ് വെള്ളം വേണം. ഓക്കെ, അങ്ങനെ 20,000 പേർക്കാണ് നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറിൻ്റെ ക്വാണ്ടിറ്റി. At the same time you should also find out the chlorine demand. അതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, നമുക്ക് അത് സോൾവ് ചെയ്ത് നോക്കാം. So first of all, we have to find out the daily demand. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 20,000 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൽ ഒരാൾക്ക് 135 liters per day വെച്ചിട്ട് വേണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി സപ്ലൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് നമുക്ക് വേറൊരു പേരിട്ട് പറയാം, ആവറേജ് ഡിമാൻഡ് എന്നും പറയാം, ആവറേജ് വാട്ടർ ഡിമാൻഡ് എന്നും പറയും. ഓക്കെ, so that is equal to 20,000 into 135. So that is 270 7030 something. ഇത്രയും liters per day. Okay, so this is the daily demand. This is the average daily demand. Maximum ആയിട്ടില്ല, this is the average daily demand. Okay. So next is you have to find out the quantity of chlorine. Okay, the quantity of chlorine. Okay, so quantity of chlorine required in one day. ഒരു ദിവസം വേണ്ട ക്ലോറിൻ്റെ ക്വാണ്ടിറ്റി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് you can use this equation, that is okay, ക്ലോറിൻ്റെ ഡിമാൻഡ് into quantity of water അല്ലെങ്കിൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ഓക്കെ, ഒരു ദിവസം എത്ര ക്ലോറിനാണ് ആവശ്യം നമ്മൾ കണ്ടുപിടിക്കുക. സോ ദാറ്റ് അതിൻ്റെ ഇക്വേഷനാണ് ക്ലോറിൻ ഡിമാൻഡ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, എത്രയാണ് ക്ലോറിൻ ഡിമാൻഡ്? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ ക്ലോറിൻ ഡിമാൻഡ്? എത്രയാണ് ക്ലോറിൻ ഡിമാൻഡ്? ഇവിടെ വരുന്ന ക്ലോറിൻ ഡിമാൻഡ് എത്രയാണ്? അപ്പം അതിന് മുന്നേ ക്ലോറിൻ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് യു ഹാവ് ടു നോ വൺ മോർ ഇക്വേഷൻ, ദാറ്റ് ഇസ് ക്ലോറിൻ്റെ ഡോസേജ്. ഓക്കെ, സോ ക്ലോറിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലോറിൻ ഡിമാൻഡ് പ്ലസ് റെസിഡ്യുവൽ ക്ലോറിൻ. ഓക്കെ, സോ ക്ലോറിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ ഡിമാൻഡ് പ്ലസ് റെസിഡ്യുവൽ ക്ലോറിൻ. ഓക്കെ, സോ റെസിഡ്യുവൽ ക്ലോറിൻ എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 0.2 ppm. ക്ലോറിൻ്റെ ഡോസേജ് എന്ന് പറയുമ്പോൾ അവർ എത്ര ഡോസ് കൊടുത്തിട്ടുള്ളത്? ഒരു ദിവസം അവർ കൊടുത്ത ഡോസേജ് ഈസ് 0.5. സോ ദാറ്റ് ഈസ്, ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലോറിൻ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഒരു ദിവസം, ഒരു ദിവസമല്ല, ക്ലോറിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 0.5 മൈനസ് 0.2, ദാറ്റ് ഈസ് 0.3 ppm. ഓക്കെ, 0.3 ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0.3 ppm. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ so that is chlorine required. Okay, average chlorine required per day is equal to chlorine demand, that is 0.3 ppm. ppm എന്ന് വെച്ചാൽ mg per liters ആണ്, ഇൻറ്റു നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ഓക്കെ, സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് 81000 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, സോ നമുക്ക് ഒരു ദിവസം ഇത്ര mgs ഓഫ് ക്ലോറിൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇത്ര mgs ഓഫ് ക്ലോറിനാണ് നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എമൗണ്ട് ഓഫ് ബ്ലീച്ചിങ് പൗഡർ. സോ എമൗണ്ട് ഓഫ് ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ഗിവൺ എ ക്ലൂ ദാറ്റ് ഈ ബ്ലീച്ചിങ് പൗഡറിനകത്ത് 25% അവൈലബിൾ ക്ലോറിൻ, അതായത് 25% ക്ലോറിൻ അവൈലബിൾ ആണ്. ഓക്കെ, സോ സപ്പോസ് നമ്മൾ ഇമാജിൻ ഇഫ് യു ആർ ടേക്കിംഗ് ഒരു 100 grams
ഓഫ് ക്ലോറിൻ, ഇഫ് നമ്മളൊരു 100 grams ഓഫ് ബ്ലീച്ചിങ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 25 gram എന്തായിരിക്കും? ക്ലോറിൻ ആയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ ബിക്കോസ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ബ്ലീച്ചിങ് പൗഡർ കണ്ടെയ്ൻസ് 25% ഓഫ് അവൈലബിൾ ക്ലോറിൻ എന്നാണ്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ മൊത്തത്തിൽ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ 25% അവൈലബിൾ ക്ലോറിൻ ഉള്ളത്. അപ്പോൾ സപ്പോസ് നിങ്ങൾ 100 gram ബ്ലീച്ചിങ് പൗഡർ 100 gram ബ്ലീച്ചിങ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 25 gram ക്ലോറിൻ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഷ്യോ വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് gram ഓഫ് ബ്ലീച്ചിങ് പൗഡറിൽ 81000000 milligrams ഓഫ് ക്ലോറിൻ ഉണ്ട്. ഓക്കെ, ഇത്രയും മില്ലിഗ്രാംസ് ഓഫ് ക്ലോറിൻ ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് ഈ റേഷ്യോ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. ഈ റേഷ്യോ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആസ് 100 divided by x is equal to 25 divided by 8100 milligrams. ഓക്കെ, സോ ഇത് ഗ്രാംസും ഇത് മില്ലിഗ്രാംസും ആണ്. അപ്പോൾ കൺവേർഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കൺവേർഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈൻഡ് ഔട്ട് ദ എക്സ്. ഓക്കെ, സോ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ബ്ലീച്ചിങ് പൗഡർ ആണ്. ഓക്കെ, സോ എക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അറൗണ്ട് ഒരു 1091 kg അറൗണ്ട് കിട്ടും. ചെയ്തു നോക്കുക കേട്ടോ നിങ്ങൾ. ഇത് കൺവേർഷനൊക്കെ ചെയ്തിട്ടൊന്ന് ചെയ്തു നോക്കുക. ഇത് എത്ര ഉള്ളൂ? 100 grams ഓഫ് ബ്ലീച്ചിങ് പൗഡറിന് 25 gram ഓഫ് ക്ലോറിനാണ് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഗ്രാം ഓഫ് ബ്ലീച്ചിങ് പൗഡർ എടുത്താലാണ് ഇത്രയും ഗ്രാംസ് ഓഫ് ക്ലോറിൻ കിട്ടുക. അപ്പോൾ ഈ ഒരു റേഷ്യോ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ബ്ലീച്ചിങ് പൗഡറും കിട്ടി, ക്ലോറിൻ ഡിമാൻഡും കിട്ടി. ക്ലോറിൻ ഡിമാൻഡ് എത്ര? 0.33 ppm. ഓക്കെ, സോ ഇതൊന്ന് ചെയ്തു നോക്കുക. അടുത്ത് ഡീഫ്ലോറിഡേഷൻ. സോ ഡീഫ്ലോറിഡേഷൻ നമുക്കറിയാം. ഡിസ്കസ് എനി 2 മെത്തേഡ്സ് ഓഫ് ഡീഫ്ലോറിഡേഷൻസ്. ഓക്കെ, നാൽക്കോണ്ട ടെക്നിക്സ് ഒക്കെ പറയാം അവിടെ. പിന്നെ പ്രോസസ് ഓഫ് ഇലക്ട്രോ ഡയാലിസിസ് വിത്ത് എ നീറ്റ് സ്കെച്ച്, അത് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞാണ്. ഡിസ്കസ് ദ മെത്തേഡ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയാം. മെത്തേഡ്സ് ഉണ്ട്, ഗ്രിഡ് അയൺസ് ഉണ്ട് നമ്മുടെ, പിന്നെ ഡെഡ് എൻഡ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ വെച്ചിട്ട് പറയാം. പിന്നെ അടുത്ത് ഇക്വലന്റ് പൈപ്പ് മെത്തേഡ് ഓഫ് അനാലിസിസ്, അതും നിങ്ങൾക്ക് ചെയ്യാം. Derive the expression for the correction to be applied in the assumed flow in the Hardy-Cross method. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാം. ആ പ്രൊസീജിയർ പറഞ്ഞാൽ മതി, എങ്ങനെയാണ് നമ്മൾ കറക്ഷനിലേക്ക് എത്തുന്നത് എന്നുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ വേരിയസ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് യൂസിങ് എ നീറ്റ് സ്കെച്ച്, അതും നമുക്ക് പറയാം. ഓക്കെ, സോ ഇത് 8 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾ ബെറ്റർ 4 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പറയുന്നതായിരിക്കും നല്ലത്. 2 മാർക്കിന് എടുത്തിട്ട് 4 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയായി. ഓക്കെ, സോ ദാറ്റ് ഈസ് 2019-ലും 2020-ലും ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഇവിടുന്ന് റെഫർ ചെയ്ത് വരികയാണെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടേക്ക് റെഫർ ചെയ്ത് തരിക. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഐ വിൽ ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം. Okay, thank you.